അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ മനസ്സിൽ ചീത്ത ചിന്തകൾ വന്നാൽ എങ്ങനെയാണ് എൻ്റെ മനസ്സിനെ ഞാൻ സ്വയം നിയന്ത്രിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എത്ര നിയന്ത്രിച്ചാലും ചില സമയത്ത് മറ്റുള്ളവരോട് അസൂയയും കുശുമ്പും ദേഷ്യവും സങ്കടവും എല്ലാം വരും. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാനും തോന്നും. ആ സമയത്ത് ഞാൻ 2 ചെറിയ ഇസ്മുകൾ ചൊല്ലാറുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ആ 2 ചെറിയ ഇസ്മുകൾ ഞാൻ ചൊല്ലുന്നതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങും. പക്ഷെ അത് സംസാരിച്ച് കുടുംബക്കാരുടെയോ ഫ്രണ്ട്സിൻ്റെയോ അയൽവാസിയുടെയോ കുറ്റം പറച്ചിലിൽ അവസാനിക്കും. പെട്ടെന്നാണ് ഓർക്കുന്നത്, പടച്ചോനെ ഇത് തെറ്റാണല്ലോ. അപ്പൊ തന്നെ കണ്ണടച്ച് അള്ളാഹുവിൻ്റെ ഈ ചെറിയ 2 ഇസ്മുകൾ കുറേ പ്രാവശ്യം ചൊല്ലും. അപ്പോൾ എല്ലാം മനസ്സിൽ നിന്നങ്ങ് പോകും. ഇപ്പോൾ കുറച്ച് വർഷമായി ഞാൻ എൻ്റെ മനസ്സിനെ എല്ലാ തെറ്റിൽ നിന്നും സ്വയം നിയന്ത്രിച്ചു വരികയാണ്. നിങ്ങൾക്കും എന്തെങ്കിലും തെറ്റുകൾ തോന്നുകയാണെങ്കിൽ ഈ ചെറിയ 2 ഇസ്മുകൾ പതിവാക്കിയാൽ മതി. തീർച്ചയായും നിങ്ങളുടെ മനസ്സിനെ അള്ളാഹു ശുദ്ധിയാക്കും. തീർച്ചയായും ആരോടെങ്കിലും അസൂയയോ കുശുമ്പോ ദേഷ്യമോ അഹങ്കാരമോ തോന്നിയാൽ കണ്ണടച്ച് യാ ഖുദ്ദൂസ് യാ അല്ലാ അല്ലെങ്കിൽ യാ നൂർ യാ അല്ലാ എന്ന കുറേ പ്രാവശ്യം ചൊല്ലിയാൽ മതി. യാ ഖുദ്ദൂസ് യാ അല്ലാ എന്ന ഇസ്മിന്റെ അർത്ഥം ഏറ്റവും പരിശുദ്ധി നിറഞ്ഞവന് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ കുറേ വട്ടം പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കപ്പെടും. യാ നൂറു യാ അല്ലാ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രകാശം നിറഞ്ഞവൻ. ഈ പേര് കുറേ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു വെളിച്ചം വരും. നമ്മൾ തെറ്റിൽ നിന്ന് മോചിതനാകും. ഇനി ആർക്കെങ്കിലും തെറ്റ് ചെയ്യണം എന്ന് തോന്നിയാൽ അള്ളാഹുവിനെ ഓർമ്മ വന്നാൽ യാ ഖുദ്ദൂസ് യാ അല്ലാ യാ നൂർ യാ അല്ലാ എന്ന 2 ഇസ്മ പതിവാക്കിയാൽ മതി. നിങ്ങളുടെ മനസ്സിൽ നിന്ന് എല്ലാ ദുസ്വഭാവവും മാറിക്കിട്ടും. ഈ 2 ഇസ്മ പതിവാക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിലെ എല്ലാ തെറ്റുകളും വരച്ച് തമ്പുരാൻ മായ്ച്ചു തരും. ഇൻഷാ അല്ലാ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.